ദിനാർ തളങ്കരയിലെത്തിയ കാലത്തോളം പഴക്കമുണ്ട് തളങ്കര തൊപ്പിയുടെ ചരിത്രത്തിന്. ഒരു കാലത്ത് തളങ്കരയിലെ മിക്ക കുടുംബങ്ങളുടെയും ഉപജീവന മാർഗമായിരുന്നു ഇത്. കടൽ കടന്ന് വിദേശ രാജ്യങ്ങളിലും തൊപ്പിക്ക് പ്രചാരമേറി. കാലക്രമേണ നിർമ്മാണം ഒരു കുടുംബത്തിലേക്ക് മാത്രമായി ചുരുങ്ങി. പഴയ കാലത്തുള്ള ഒരു പാരമ്പര്യമായിട്ട് കൊണ്ടു നടക്കുന്ന തൊപ്പിയായിരുന്നു. അപ്പോൾ എനിക്കിത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചെറിയ തുച്ഛമായ ശമ്പളമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളത് ഒരു തൊപ്പിക്ക്. അപ്പോൾ ആ നിൽക്കാണ് മുമ്പോട്ട് ആളെ കിട്ടാത്തത്. അതിപ്പോൾ സബ്സിഡിയൊക്കെ തന്നിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും നമുക്ക്. 2018 സംസ്ഥാന പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ശേഷം സാമ്പത്തിക സഹായം ഉൾപ്പെടെ സർക്കാർ വാഗ്ദാനം ചെയ്തെങ്കിലും എല്ലാം കടലാസിലൊതുങ്ങി. തളങ്കര തൊപ്പി കാലത്തിന്റെ കുത്തൊഴുക്കിൽ മറഞ്ഞു പോകുമ്പോൾ ഒരു നാടിന്റെ പാരമ്പര്യം കൂടിയാണ് ഇല്ലാതാവുന്നത്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. വിവരങ്ങളുമായി സാരൻ സുരേഷ് തത്സമയം ചേർന്നു. സാരംഗ, ഗുഡ് മോർണിംഗ്. നമ്മുടെ പൈതൃക പട്ടികയിലൊക്കെ ഉൾപ്പെട്ട ഒരു കരകൗശല വസ്തു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഈ തൊപ്പി അതങ്ങനെ അന്യം നിന്നു പോയാൽ നമുക്കൊക്കെയും അതൊരു സങ്കടമാവും. അതിനെന്തെങ്കിലും ഒരു സഹായം സർക്കാർ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നു. തളങ്കരത്തൊപ്പി എന്ന് പറയുന്നത് കാസർഗോഡിന്റെ മുഖമുദ്രയായിരുന്നു ഒരു കാലത്ത്. ഇപ്പൊ നമ്മൾ ആറന്മുള കണ്ണാടി എന്നൊക്കെ പറയുന്നത് പോലെ ഈ നാടിനെ ഒട്ടേറെ നൂറ്റാണ്ടുകളുടെ കാലപ്പഴക്കമുള്ള നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ നാടിന്റെ വളർച്ചയുടെയൊക്കെ തന്നെ വ്യവസായത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. മാലിക് ദിനാർ ഇവിടെ വരുന്ന കാലം തൊട്ട് തന്നെ തളങ്കരത്തൊപ്പി ഏറെ പ്രചാരത്തിലുണ്ട്. അത് പിന്നീട് ഇവിടെ നിന്ന് ആദ്യമായി വിദേശത്തേക്കൊക്കെ പോകുന്ന യുവാക്കൾ അവരുടെ കയ്യിൽ പള്ളിയിൽ നിസ്കാരത്തിനും അതുപോലെ തന്നെ മറ്റ് മതാചാര പ്രകാരമായിട്ടുള്ള ചടങ്ങുകൾക്കൊക്കെ തന്നെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അവിടെയുള്ള വിദേശികൾക്ക് ആ തൊപ്പി കാണുകയും അവർക്ക് ഏറെ ഇഷ്ടപ്പെടുകയും പിന്നീട് അത് തളങ്കരയിൽ നിന്ന് നിർമ്മാണം നടത്തി മംഗലാപുരത്ത് നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ തന്നെ വ്യാപകമായി കയറ്റി അയക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങൾ ഡൽഹിയിലും ഹൈദരാബാദിലും ഒക്കെ തന്നെ പ്രധാനപ്പെട്ട ജമാ മസ്ജിദുകൾക്ക് മുൻപിൽ പോലും കൗണ്ടറുകൾ കാസർകോട്ടുകാരിട്ട് വിൽപ്പന നടത്തുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പൂർണ്ണമായും വിസ്മൃതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2018 പൈതൃക പട്ടികയുടെ ഭാഗമാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്കൊക്കെ ഏറെ സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഒരു കാലത്ത് 500-ലധികം ആളുകൾ തളങ്കരയിലെ 500-ലധികം ആളുകൾ അവരുടെ ഉപജീവന മാർഗമായിരുന്നു തളങ്കര തൊപ്പിയുടെ നിർമ്മാണം. ഇപ്പോഴതും പോയി ഇപ്പോൾ ഒരു തറവാട്ടിൽ ഒരൊറ്റ ആൾ മാത്രം ചെയ്യുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രത്യേക പരിശീലനം കൊടുത്ത് 10-30 ആളുകൾക്ക് പരിശീലനം കൊടുക്കുന്നു. അവർക്ക് സാധനം വാങ്ങാൻ വേണ്ടി സബ്സിഡി കൊടുക്കുന്നു. അവരെ ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തുന്നു. അങ്ങനെ ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു എന്നുള്ള സൂചനകളൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അപ്പോൾ ആ ഒരു നല്ല പ്രതീക്ഷയിലൊക്കെ തന്നെ അവർ മുന്നോട്ടേക്ക് പോയി. കാരണം മുൻകാലങ്ങളിലൊക്കെ തന്നെ നമ്മൾ സ്ഥിരമായി നമ്മുടെ റംസാൻ വിശേഷങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന വാർത്തയാണ് തളങ്കര തൊപ്പിയെക്കുറിച്ചും തളങ്കര തൊപ്പി വാങ്ങാൻ വരുന്ന ആളുകളുടെ തിരക്കിനെ കുറിച്ചും മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ തളങ്കര തൊപ്പിക്കുള്ള സ്വാധീനത്തെക്കുറിച്ചൊക്കെ തന്നെ. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഏറെ വിഷമമുണ്ട് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. കാരണം ഇനി അടുത്തൊരു റംസാൻ കാലമാകുമ്പോൾ ഞാനും പറഞ്ഞത് നല്ല സങ്കടം തോന്നുന്നു. അങ്ങനെ നമ്മുടെ നാടിൻ്റെതായൊരു മുഖമുദ്ര ഇല്ലാതായി പോകുന്നതിനെ കുറിച്ച്. എത്രയോ നാളായി എല്ലാവരും ആഘോഷത്തോടെ കൊണ്ടു നടന്നിരുന്ന ഒരു കരകൗശല വസ്തു കൂടിയായ ഈ തൊപ്പി, ഒരു നാടിൻ്റെ മുഖമുദ്ര, അതില്ലാതായി പോരുത് എന്ന് അതിശക്തമായ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അത്യാവശ്യം. അവരുടെ ശ്രദ്ധയിൽ കൂടി ഇക്കാര്യങ്ങൾ പെടുത്തുകയാണ്.